ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 1 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും സഹായിക്കുന്ന ഒന്നാണ് കറണ്ട് അഫേഴ്സ്. ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ടീം ഏതാണ്? 2023 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്നു മുതൽ പ്രാബല്യത്തിൽ വരും? ഇപ്പോഴത്തെ കരസേന മേധാവി ആരാണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കറണ്ട് അഫേഴ്സ് നമുക്ക് ഏതൊരു പരീക്ഷയിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യൂ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ICC T20 ലോകകപ്പ് നേടിയതിന് ശേഷം BCCI വാഗ്ദാനം ചെയ്യുന്ന സമ്മാന തുക എന്താണ്? 125 കോടി രൂപ. നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഈ കഴിഞ്ഞ ജൂൺ 29 ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചത്. T20 വേൾഡ് കപ്പ് 2024 വിജയിച്ച ഇന്ത്യൻ ടീം ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ളത് എന്നാണ്? 2007 ആദ്യത്തെ T20 വേൾഡ് കപ്പ് വിജയിച്ച ടീം ആണ് ഇന്ത്യ. പാകിസ്ഥാന് എതിരെയായിരുന്നു മത്സരം. ഈ കഴിഞ്ഞ മത്സരം അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു. സൗത്ത് ആഫ്രിക്ക ഇതുവരെയായിട്ടും T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ല. 2007 ഇന്ത്യ, പിന്നീട് 2009 പാകിസ്ഥാൻ, അതിനുശേഷം ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇപ്പോൾ ഇന്ത്യ. 2 പ്രാവശ്യം ഇന്ത്യ, 2 പ്രാവശ്യം ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും 2 പ്രാവശ്യം. 20 ഓവറിൽ 7 വിക്കറ്റിന് 176 റൺസ് ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ 8 വിക്കറ്റിന് 169 റൺസ് ആണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. വിരാട് കോഹ്ലിയുടെ 76 റൺസ് ആണ് ഇന്ത്യൻ ടീമിനെ ഈ ഒരു ഹയസ്റ്റ് സ്കോറിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അതായത് 176 റൺസ്. സൂര്യകുമാർ യാദവിന്റെ അവസാനത്തെ ആ ഒരു ക്യാച്ച്, അതും തന്നെ ഇന്ത്യൻ ടീമിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇതിലൂടെ ഇന്ത്യൻ ടീം 2024 T20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീം. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. 2024 ജൂൺ 30 ഇന്ത്യയുടെ കരസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നേരത്തെ കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു, അതായത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ മേധാവിയാകാൻ പോകുന്ന കാര്യം ഇന്നലെയായിരുന്നു. അതായത് ജൂൺ 30 ആയിരുന്നു കരസേന മേധാവിയായിട്ട് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ജനറൽ മനോജ് പാണ്ഡെ ആയിരുന്നു കരസേനയുടെ മേധാവി. അദ്ദേഹം 2024 ജൂൺ 30 ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ആ സ്ഥാനം കൈമാറി. കഴിഞ്ഞ മെയ് 31 ആയിരുന്നു ജനറൽ മനോജ് പാണ്ഡെയുടെ ആ സർവീസ് അവസാനിക്കുന്ന ദിവസം. എന്നാൽ അദ്ദേഹത്തിന് 1 മാസം കൂടി എക്സ്റ്റൻഷൻ ലഭിച്ചു. അതനുസരിച്ച് അദ്ദേഹം ജൂൺ 30 വിരമിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ 30ാമത്തെ ആർമി ചീഫ് ആയിട്ട് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹം 1984 കമ്മീഷൻ ഓഫീസർ ആവുകയും ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു 18 ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ. T20 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ പേര്: വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. T20 വേൾഡ് കപ്പ് കഴിഞ്ഞ ജൂൺ 29 ആയിരുന്നു. അതിനുശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു, അതായത് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ T20 മത്സരങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്ന കാര്യം. 3ാമത്തെ പേഴ്സൺ ആയിരുന്നു രവീന്ദ്ര ജഡേജ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്, അതായത് T20 മത്സരം അദ്ദേഹം വിരമിക്കുന്ന കാര്യം. 2009 അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം T20 ഇന്റർനാഷണലിൽ. 54 വിക്കറ്റും 515 റൺസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത് T20 മത്സരത്തിൽ. പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏത് തീയതിയിൽ നിലവിൽ വരും? 1 ജൂലൈ 2024. ഇന്ന് ജൂലൈ 1 ഇന്ന് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860, ഭാരതീയ ന്യായ സംഹിത എന്നും, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC, ഭാരതീയ നാഗരിക് സുരക്ഷ എന്നും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതിനെ ഭാരതീയ സാക്ഷ്യ എന്ന പേരിലും അറിയപ്പെടും. ഈ 3 ബില്ലുകളും 2023 പാസ്സാക്കിയിട്ടുള്ളത്. ഏറ്റവും പഴയ നിയമം ആയിരുന്നു 1860 ഇന്ത്യൻ പീനൽ കോഡ് IPC. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. പിന്നീട് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC 1973. ഈ 3 നിയമങ്ങൾ ആണ് ഇപ്പോൾ ഭാരതീയ ന്യായ, ഭാരതീയ നാഗരിക് സുരക്ഷ, ഭാരതീയ സാക്ഷ്യ എന്ന പേരിൽ വരാൻ പോകുന്നത്. 2023 ഈ 3 നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത്. ജൂലൈ 1, അതായത് ഇന്ന് മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. പൗരന്മാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ നീതിന്യായം പരിഷ്കരിക്കാനുള്ള കാഴ്ചപ്പാടോടെ നടപ്പാക്കിയിട്ടുള്ളത്.
ഏതു വർഷത്തിലാണ് ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്? 2026. 2026 ISRO ആദ്യമായിട്ട് വാണിജ്യപരമായിട്ട്, അതായത് കമേഴ്സ്യൽ ബിസിനസ് നടത്താൻ പോവുകയാണ്. ഇത് 2026 ഇതിനു വേണ്ടിയുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV. ഓസ്ട്രേലിയൻ കമ്പനിയായിട്ടുള്ള സ്പേസ് മെഷീൻ കമ്പനിയുടെ ഒപ്റ്റിമസ് എന്ന സാറ്റലൈറ്റ് ആണ് ആദ്യമായിട്ട് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ കമേഴ്സ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ISROന്റെ കമേഴ്സ്യൽ മേഖലയിലേക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ജൂൺ 26 ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയുടെ ഒപ്റ്റിമസ് ആയിരിക്കുള്ളൂ ആദ്യത്തെ സാറ്റലൈറ്റ്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ എക്കാലത്തെയും ഉയർന്ന ടീം ടോട്ടൽ സ്ഥാപിച്ച് ചരിത്രം സൃഷ്ടിച്ച ടീം ഏത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റൺസ്, ടെസ്റ്റ് സ്കോർ നേടിയിട്ടുള്ള ഒരു ടീം എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിൽ ആണ് ഇന്ത്യ 603 റൺസ് നേടിക്കൊണ്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ നേടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ സ്കോർ നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്, 575 റൺസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ. കൂടാതെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുമ്പോൾ 292 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ആണ്. സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയുടെയും ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇതും ഏറ്റവും വലിയ സ്കോർ തന്നെയാണ്, അതായത് 292. അതേപോലെ തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി, അതായത് വെരി ഫസ്റ്റ് ഡേ, ആദ്യ ദിവസം തന്നെ 525 റൺസ് നേടുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. പുരുഷ ടീമിലാണെങ്കിൽ ശ്രീലങ്കൻ ടീം ആണ് ബംഗ്ലാദേശിനെതിരെ 509 റൺസ് നേടിയിട്ടുള്ളത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം 525 റൺസ് നേടിക്കൊണ്ട് ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഡേ 1 ഇത്രയും ഹയസ്റ്റ് സ്കോർ നേടുന്നത്. അതുപോലെ തന്നെ വനിതകളിലാണെങ്കിൽ 603 റൺസ് നേടിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ടെസ്റ്റ് ടീം ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ്? ഇതിന്റെ ഉത്തരം ബംഗാളി. ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി, അതായത് 43.6% ജനങ്ങളാണ് ഹിന്ദി സംസാരിക്കുന്നത്. തൊട്ടുപുറകെ വരുന്ന ഭാഷയാണ് ബംഗാളി. അതിന് പുറകിൽ വരുന്ന ഒന്നാണ് മറാഠി. മറാഠിക്ക് ശേഷം വരുന്ന തെലുഗു, തമിഴ്, ഗുജറാത്തി എന്നിങ്ങനെ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ICC T20 ലോകകപ്പ് നേടിയതിനു ശേഷം BCCI വാഗ്ദാനം ചെയ്യുന്ന സമ്മാനത്തുക എന്താണ്? 125 കോടി രൂപ. 2024 ജൂൺ 30 ഇന്ത്യയുടെ കരസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. T20 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ പേര്: വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏത് തീയതിയിൽ നിലവിൽ വരും? 1 ജൂലൈ 2024. ഏതു വർഷത്തിലാണ് ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്? 2026. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ എക്കാലത്തെയും ഉയർന്ന ടീം ടോട്ടൽ സ്ഥാപിച്ച് ചരിത്രം സൃഷ്ടിച്ച ടീം ഏത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. ഇന്ന് ജൂലൈ 1. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് 69th ഫൗണ്ടേഷൻ ഡേറ്റ് ഓൺ 1 ജൂലൈ 2024? 2024 ജൂലൈ 1 69ാമത് സ്ഥാപക തീയതി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏത് ബാങ്കാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.